ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാരിയിലും ദുപ്പട്ടയിലൊക്കെ ബോർഡറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഷിമ്മറി ജോർജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഷൈനിങ് ജോർജറ്റ് എന്നും പറയും കേട്ടോ. അപ്പം ഇതിന് പല റേറ്റ് ഉണ്ട്. അപ്പം ഇതിന് 75 രൂപയാണ് മീറ്റർ റേറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ 120, 130 വരെയുള്ള റേറ്റുള്ളത് മേടിച്ചിട്ടുണ്ട്. അതിന് ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആദ്യം തന്നെ ഗോൾഡിൻ്റെ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ സീക്വൻസും വൈറ്റ് ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബീഡും അതേപോലെ തന്നെ ഗോൾഡൻ കളർ കട്ട് ബീഡും ആവശ്യമാണ്. പിന്നെ സെറി ത്രെഡ് വെച്ചിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഒരു ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേരുവശത്തിൻ്റെ സൈഡിലായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വേറെ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നും വരയ്ക്കേണ്ട. നമുക്ക് ഡിസൈനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഇതേപോലെ തേരുവശത്താണ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു നേരത്തെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും. അല്ലെങ്കിൽ കറക്റ്റ് അളവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരച്ചിട്ട് നമുക്ക് ബാക്കി അവിടെ നിന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ലെയറെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറമേ കൂടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കണേന്നും കൂടി കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇത് ഉരുക്കി കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലയിൽ ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഡിസൈൻ മനസ്സിലാവാനായിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ലെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ കൂടെ നമുക്ക് ഈ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൂടെ കൊടുക്കണം. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നൈലോൺ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നൈലോൺ ത്രെഡ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ത്രെഡ് പോലെ കെട്ടിടാനായിട്ട് പറ്റൂല, കുറച്ച് പാടാണ്. അപ്പം ആദ്യമേ തന്നെ ഇതേപോലെ നമ്മുടെ വിരലിൽ 1, 2, 3 ലെയർ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് നമുക്കൊരു ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നൈലോൺ ത്രെഡ് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ബാക്കി നിൽക്കുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്കി നിൽക്കുന്ന ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാ പോലെ തന്നെ ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു ഗോൾഡൻ കളർ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഒരു ലെയർ കൊടുക്കുന്നത്. ഗോൾഡിൻ്റെ ലൈറ്റ് ഷെയ്ഡിലുള്ള കട്ട് ബീഡാണ് യൂസ് ചെയ്യുന്നത്. കട്ട് ബീഡ് ആണെങ്കിലും സെറി ത്രെഡ് ആണെങ്കിലും അതേപോലെ 2 ബീഡ് എടുത്തിട്ടുള്ളതൊക്കെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ടാ വൈറ്റിൻ്റെ ഒപ്പം എടുത്തിട്ടുള്ളത്. വൈറ്റിൽ ഗോൾഡൻ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കണോണ്ട് ഞാൻ ലൈറ്റ് ഗോൾഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഈ 2 ബീഡ്സ് വെച്ചിട്ടാണ് ഇനി ഒരു ലെയർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ബീഡ്സ് ഇല്ലാത്തവർക്ക് ഈ കട്ട് ബീഡ് 2 എണ്ണം വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയോ. ഇതേപോലെ വി ഷേപ്പിലാണ് ഈ 2 ബീഡ്സ് നമ്മൾ തുന്നിപ്പോകുന്നത്. അപ്പോൾ ഈ 2 ബീഡ്സ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ബീഡ്സ് ഇല്ല, കട്ട് ബീഡ് ഉള്ളെങ്കിൽ 2 കട്ട് ബീഡ് വെച്ചിട്ട് ഈ ഒരു വി ഷേപ്പ് ചെയ്തെടുക്കാം. അടുത്തത് ഇനി വൈറ്റ് സീക്വൻസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഗ്യാപ്പുള്ളടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ലോഡ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഒരു സീക്വൻസ്, എന്നിട്ട് 2 ഷുഗർ ബീഡ്, അടുത്ത സീക്വൻസ് 2 ഷുഗർ ബീഡ്, അങ്ങനെയാണ് ലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ എങ്ങനെയാണ് തുന്നിപ്പോകുന്നത് ആ രീതിക്ക് ലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മളെ വർക്ക് കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് എടുത്തു തുന്നി വെച്ചു, പിന്നെ അടുത്ത ബീഡ് എടുത്തു തുന്നി വെച്ചു, അപ്പോൾ കുറേ ടൈം പോകും കേട്ടോ. ഈ നടുക്ക് വരുന്ന ഭാഗത്ത് ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എൻഡ് നോട്ട് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു ഷുഗർ ബീഡും ഒരു സീക്വൻസും കൂടി ആഡ് ചെയ്തിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം എൻഡ് നോട്ട് ഇടാതെ കണ്ടിന്യൂസ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് പോവാട്ടാ. ഇത് ട്രാൻസ്പെറൻറ്റ് ത്രെഡ് ആയതുകൊണ്ട് ത്രെഡ് വിസിബിൾ ആയിരിക്കില്ല. അപ്പം നമുക്ക് എൻഡ് നോട്ട് ഇടാതെയും കുറച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തുന്നിപ്പോകാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പെൻഡ് നോട്ട് ഏറ്റവും അവസാനം മാത്രം കൊടുക്കുന്നെങ്കിൽ ആ ത്രെഡ് എവിടെയെങ്കിലും വെച്ചൊന്ന് കട്ടായി പോവുകയാണെങ്കിൽ ആ ഫുൾ ബീഡ്സ് അഴിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗത്തെ ബീഡ്സ് മാത്രമേ അഴിഞ്ഞു പോകത്തുള്ളൂ. ഈ ഒരു രീതിക്ക് ഇത് ഫുള്ളായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം.
അപ്പം ഇത്രയുള്ള ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്. ഇതല്ല ഇതിന് മേലേക്ക് കുറച്ചും കൂടി തിക്നെസ്സിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു 2 ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും എളുപ്പ വഴിയാണ് നോക്കുന്നത്. ഈ തേരുവശം ഉള്ളിലോട്ടാക്കിയിട്ട് 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഉരുക്കി കൊടുക്കാം, അറ്റം ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതും എങ്ങനെയാണെന്ന് അവസാനം കാണിക്കാട്ടോ. ഇതിപ്പം ഞാൻ ഈ തേരുവശം ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ചു പിടിക്കാതെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ പയ്യെ പയ്യെ സ്റ്റിച്ച് ചെയ്ത് പോവുക. നമ്മുടെ ബീഡ്സ് ഒന്നും ഡാമേജ് ആവരുത്. പ്രത്യേകം 1 സൈഡ് ഫൂട്ട് ഇട്ടിട്ട് മാത്രം ഹാൻഡ് വർക്ക് വരുന്നിടത്ത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. ബീഡ്സും ടച്ച് ചെയ്യാതെ എന്നാൽ അതിനോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ബീഡ്സിൽ എങ്ങാനും ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ബീഡ്സ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ നീഡിൽ ഡാമേജ് ആവും. ബീഡ്സ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ത്രെഡും കട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞു പോരും. അത് കാരണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എളുപ്പവഴിക്ക് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. വേറെ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ശരിക്കും ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ബാക്ക് വശവും നല്ല നീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ ബാക്കിലുള്ള ത്രെഡൊക്കെ പുറത്തോട്ട് കാണാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യണേന്ന് നോക്കാം. അപ്പം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ വർക്കിന്റെ വിഡ്ത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ 1 ഇഞ്ചിലാണ് വർക്ക് ചെയ്തേക്കണമെങ്കിൽ 1.5 ഇഞ്ചിന്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല ഭാഗത്ത് ഈ പീസ് വെച്ചിട്ട് ഈ വർക്കിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അരികത്ത് കൂടി 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നല്ല നീറ്റിൽ തന്നെ കിട്ടും. സാരിയും ദുപ്പട്ടൊക്കെ ആണെങ്കിൽ 4 സൈഡ് നമുക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.